മാഡം, ഫോട്ടോഷൂട്ട് നടത്താൻ വിളിക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ടോ? എന്താ പെട്ടെന്ന്? ചേട്ടൻ പറഞ്ഞതാ. ചേട്ടൻ വെച്ചാ ഏത് ചേട്ടനാ? ചെറുതോ വലുതോ? ചെറിയേട്ടനാ വരാൻ പറഞ്ഞത്. ആ, അത് ശരി. അവന്റെ തീരുമാനമാണോ? നീ നിന്റെ ചെറിയേട്ടന്റെ അടുത്ത് ചെന്ന് എനിക്കിതിനൊന്നും താല്പര്യമില്ലെന്ന് പറ. അവിടെ എല്ലാരും കാത്തിരിക്കുവാ. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? ഫോട്ടോഷൂട്ട് വേണ്ടെന്ന് പറ. ശരി. മോളെ അനു, ശ്രേയമോളെ ഞാൻ പറഞ്ഞയച്ചോളാം. മോള് പോയി ഇവള് വരുമെന്ന് പറഞ്ഞാ മതി. ശരി. ആരോട് ചോദിച്ചിട്ടാ മമ്മി അത് പറഞ്ഞത്? മോളെ, ഇതൊരു ഓർമ്മയാണ്. ഒരു കാലത്ത് മിസ്സായി പോയെന്ന് മോൾക്ക് തോന്നരുതല്ലോ. മോളെ, നിന്നെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമുള്ള കാര്യങ്ങൾ മിസ്സാക്കരുത്. സന്തോഷത്തോടെ ചെല്ലു മോളെ. മമ്മി, ഇതൊന്നും ഓർമ്മകളൊന്നും അല്ല. ഇങ്ങനെയുള്ള ഓർമ്മകൾ എനിക്ക് വേണ്ട. എന്റെ കല്യാണം എന്നുള്ള ഫീൽ വരെ എനിക്ക് തോന്നില്ല. ആരുടെയോ കല്യാണത്തിന് വന്നതുപോലെ എനിക്ക് തോന്നുന്നത്. അതിനിടയിൽ ഒരു ഫോട്ടോഷൂട്ട്. മണ്ടൻ അരവിന്ദന് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും തലയിൽ ഉദിക്കില്ല. ഇതേ ആകാശ് എന്നോട് പ്രതികാരം ചെയ്യാൻ നോക്കുന്നതാ. മോളെ, ഓർമ്മകൾ കാണുന്നൊന്നും ചിന്തിക്കണ്ട. അവര് വിളിച്ചിട്ട് നീ പോകാതിരുന്ന കല്യാണത്തിന് നിനക്ക് താല്പര്യമില്ലെന്ന് വിചാരിക്കില്ലേ? ചുമ്മാ പോയി നിന്നു കൊടുത്താ പോരെ? മമ്മി പറയുന്നത് അനുസരിക്കും മോളെ. ഓക്കെ, പോകാം. മമ്മിക്ക് വേണ്ടി. ഓക്കെ അല്ലേ? ഓക്കെ മോളെ. ഒന്ന് വാ ചേച്ചി. പ്ലീസ് ചേച്ചി, വേഗം നോക്കട്ടെ. ഇത് കൊള്ളൂല്ല, വേറെ എടുക്ക്. ഇത് നല്ലതാ. അത് വേണ്ട, വേറെ. ആഹാ, അത് ശരി. അപ്പൊ ഇവിടെ വേറെ ഫോട്ടോഷൂട്ട് നടക്കുവാണോ? നിനക്കേ അതിനുള്ള സമയമായിട്ടില്ല. പോ, ചെല്ലു ചെല്ലു. അവിടെ പോ. ചേച്ചി ചേച്ചി, വേഗം എടുക്ക്, വേഗം എടുക്ക്, വേഗം. ചേട്ടാ, എനിക്ക് നല്ല പേടിയുണ്ട്. എന്താ സംഭവിക്കാന്നറിയില്ലല്ലോ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും, നീ പേടിക്കണ്ട. എടാ ആകാശേ, നിന്നെ ഞാൻ എവിടൊക്കെ നോക്കി. ഫോട്ടോഷൂട്ടൊന്നും വേണ്ട. ആഹാ, സൂപ്പർ ആയിട്ടുള്ള സെറ്റപ്പ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനും മേഡം കൂടെ ഫോട്ടോ എടുത്താ അടിപൊളിയായിരിക്കും. അതല്ലേ ബ്രോ ഞാൻ പറഞ്ഞത്, സ്വീറ്റ് മെമ്മറീസ് ആയിരിക്കും.